റേഡിയോ ലൈറ്റിംഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ക്രോൾ ബോർഡിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഡിമാൻഡ് ഉള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്നതും RGB സ്ക്രോൾ ബോർഡാണ്. ഈ RGB സ്ക്രോൾ ബോർഡിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, ഇതിന്റെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് എവിടെ കിട്ടുമെന്നല്ല എല്ലാവർക്കും കൺഫ്യൂഷൻ കാണും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ള RGB സ്ക്രോൾ ബോർഡ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിന്റെ മേക്കിംഗ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അടുത്തൊരു വീഡിയോയിൽ ഏകദേശം ഒരു 3 വലിപ്പം വരുന്ന, ഏകദേശം 3 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു RGB ബോർഡ് നമ്മൾ ഉണ്ടാക്കി, RGB ബോർഡ് എത്തരത്തിലാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വീഡിയോ അധികം വൈകാതെ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി നമ്മൾ സിംഗിൾ കളർ സ്ക്രോൾ ബോർഡിന് വേണ്ട പാർട്സുകൾ എന്തൊക്കെയാണെന്നും എത്തരത്തിലാണ് സിംഗിൾ കളർ സ്ക്രോൾ ബോർഡ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സിംഗിൾ കളർ സ്ക്രോൾ ബോർഡിന്റെ നിർമ്മാണം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ റെഫർ ചെയ്യാവുന്നതാണ്. അതുപോലെ LED ആർട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് സിംഗിൾ കളർ സ്ക്രോൾ ബോർഡുകൾ എങ്ങനെ പ്രോഗ്രാം ചെയ്യാന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും മേൽ ഐക്കാർഡായിട്ടും കൊടുത്തിരിക്കാം. പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ആ ഒരു വീഡിയോ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ പറഞ്ഞ RGB സ്ക്രോൾ ബോർഡിന് ആവശ്യമായിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് RGB സ്ക്രോൾ ബോർഡ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ഐറ്റം ആണ് RGB P10 LED മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇത് P10 2727 എന്ന് പറഞ്ഞ സീരീസിൽ വരുന്ന ടൈലാണ്. ഈ 2727 എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന RGB LED വലിപ്പമാണ് 2727 എന്ന് പറയുന്നത്. ഈ കാണുന്ന ഒരു LEDക്ക് 2.7 x 2.7 mm സൈസ് ആണ് വരുന്നത്. ഇത് P10 സീരീസ് ടൈലാണ്. നമുക്ക് സ്ക്രോൾ ബോർഡിന് നമുക്ക് P10 ആവശ്യമേ വരുന്നുള്ളൂ. P10 എന്ന് പറയുമ്പോൾ 2 അടുത്തടുത്തുള്ള ലൈറ്റുകളുടെ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ ആയിരിക്കും. മെയ്യാഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി, ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാവുന്ന വെച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഓഫർ ചെയ്യുന്ന ടൈലാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. പിൻവശത്തേക്ക് വരുമ്പോൾ മെയ്യാഡിന്റെ ആ ഒരു ബ്രാൻഡിങ് ലോഗോയും അതുപോലെ ഇതിന്റെ ഓറിയന്റേഷന്റെ ആരോ മാർക്കുകളും ഇതിലേക്ക് ഡേറ്റ ഇന്നും ഔട്ടും കൊടുക്കാനുള്ള ഹബ് 75 പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന ഈ ഒരു പിന്നിലായിട്ടാണ് നമ്മൾ ഇതിലേക്ക് വോൾട്ടേജ് പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുന്നത്. ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് നീളത്തിലുള്ള FRP കേബിളും അതുപോലെ ഈ പിന്നിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു പവർ കേബിളും നമുക്ക് ടൈലിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. ബിൽഡിന്റെ കാര്യത്തിലാണെങ്കിലും ലൈറ്റിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഓഫർ ചെയ്യുന്ന ഒരു ടൈലാണ്. ക്വാളിറ്റിയോടൊപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നസും നമുക്ക് ഈ ഒരു RGB ടൈൽ സമ്മാനിക്കുന്നുണ്ട്. നമ്മൾ RGB ടൈലുകളുടെ കൂടെ WF സീരീസ്, അതായത് ഫുൾ കളർ സീരീസ് കാർഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് 3 കൺട്രോളേഴ്സ് ആണ് നമ്മുടെ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന WF1 നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. 1.5 അടി ഹൈറ്റ് ഉള്ള ബോർഡിന് ഈ പറയുന്ന WF1 നമ്മൾ യൂസ് ചെയ്താൽ മതി. നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിലും ഐറ്റം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. സോ 1.5 അടി ബോർഡ് പ്രിഫർ ചെയ്യുന്നവർക്ക് ആ ഒരു കൺട്രോളർ മതിയായിരിക്കും. ഇനി 2 ടൈല് ഹൈറ്റ് അല്ലെങ്കിൽ 1 അടി ഹൈറ്റിൽ ബോർഡ് നിർമ്മിക്കുന്നവർക്കായിട്ട് നമുക്ക് WF2 എന്ന് പറയുന്ന കാർഡ് അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് ഒരേ സമയത്ത് വൈഫൈ വെച്ചിട്ടും USB വെച്ചിട്ടും പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. വൈഫൈ ആണെങ്കിൽ ഫോണിൽ നമ്മൾ ചെയ്യുമ്പോൾ LED ആർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. നിങ്ങൾ കമ്പ്യൂട്ടർ വഴിയാണ് പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ ഒന്നെങ്കിൽ വൈഫൈ വഴിയോ അല്ലെങ്കിൽ USB വഴിയോ HD 2020 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്ന 2 ഹബ്ബുകളിലായിട്ടാണ് നമ്മൾ മുകളിലത്തെ താഴത്തെ ടൈലുകൾ കണക്ട് ചെയ്യുന്നത്. WF2 കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്നത് WF4 എന്ന് പറയുന്ന കാർഡാണ്. 4 ഹബ്ബുള്ള കാർഡാണ്. ഇതിൽ നമുക്ക് വൈഫൈയും USB വരുന്നുണ്ട്. 1.5 അടി മുതൽ 2 അടി വരെ ഹൈറ്റ് ഉള്ള ഏതൊരു ബോർഡിന് നമുക്ക് ഈ കാണുന്ന ഒരു വൈഫൈ കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എപ്പോഴും നിങ്ങൾ ബോർഡിന്റെ അളവുകൾ നോക്കിയിട്ട് കാർഡുകൾ വാങ്ങാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഈ കാണിച്ചിരിക്കുന്ന കമ്പോണൻസ് എല്ലാം, ഇതൊന്നും മാത്രമല്ല, എല്ലാ സ്ക്രോൾ ബോർഡിന്റെയും കമ്പോണൻസ് 5 വോൾട്ട് DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇതിനാവശ്യമായിട്ടുള്ള 5 വോൾട്ട് 20 ആംപിയറിൽ തുടങ്ങി 100 ആംപിയർ വരെയുള്ള പവർ സപ്ലൈസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത്രയും ഇലക്ട്രോണിക് കമ്പോണൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു സ്ക്രോൾ ബോർഡ് വളരെ സിമ്പിൾ ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഈ കാണിച്ചിരിക്കുന്ന കമ്പോണൻസുകളുടെ പ്രൈസിംഗ് അറിയാനും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നിങ്ങൾക്ക് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ കമ്പോണൻസ് എല്ലാം നേരിട്ട് വന്ന് വാങ്ങാനാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് വരാം. നമ്മുടെ ഷോപ്പുകളുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്ത് നോർത്ത് പരവൂരിലും ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനടുത്തായിട്ടാണ്. വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സും നമ്മൾ കൊറിയർ ചെയ്ത് ഇന്ത്യയിൽ എവിടേക്ക് നൽകുന്നതാണ്. എന്തായാലും RGB സ്ക്രോൾ ബോർഡിന്റെ നിർമ്മാണമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത്തരത്തിലുള്ള LED മറ്റ് സംബന്ധമായിട്ടുള്ള വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.